ഇന്നത്തേക്കാണ് കൊല്ലം പത്തനാപുരം പുന്നല സ്വദേശി രാഹുലിനെ കാണാതായി 5 വർഷമാകുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. പ്രത്യേക ഏജൻസി അന്വേഷിക്കണമെന്ന വീട്ടുകാരുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചിട്ട് പോലുമില്ല. ഇതിനിടെ മകനെ അവർ തന്നെ അപായപ്പെടുത്തുന്ന വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചതായും വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ചോദ്യം ഇപ്പോഴും ഉയരുന്നു, രാഹുൽ എവിടെ? 2020 ഓഗസ്റ്റ് 19 രാത്രിയിലാണ് പുന്നല കടശ്ശേരി സ്വദേശി 17-കാരൻ രാഹുലിനെ വീട്ടിൽ നിന്നും കാണാതായത്. വൈകിട്ട് വന്ന് കുളിച്ച് ചോറുമൊക്കെ തിന്നിട്ട് പൈസ മേടിക്കാൻ പോകുന്നു പറഞ്ഞ് പോയിട്ട് രാത്രി 9:30 ആയപ്പോൾ ഇനി വന്ന് ചോറും തിന്നിട്ട് കിടക്കുന്നത് കണ്ടേച്ച് ഞങ്ങൾ അപ്പുറത്തൊരു ഷെഡ് ഉണ്ടായിരുന്നു. അതിന് രാവിലെ വെളുപ്പിനെ വന്ന് നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല. അന്വേഷിച്ച് എവിടെയാണെന്ന് ഒന്നും എത്തുമുടിയില്ല. കൂട്ടുകാരോട് തിരക്കി, എല്ലാവരോടും തിരക്കി, പോകുന്നിടം മൊത്തവും തിരക്കി. കാട്ടിലും നാട്ടിലുമടക്കം അന്വേഷണം നടത്തി. യാതൊരു തുമ്പും കിട്ടിയില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. ഇതിനിടെ വീട്ടുകാരെ പ്രതിസ്ഥാനത്ത് നിർത്താനായി പോലീസ് ശ്രമം. എല്ലാവർക്കും സംശയം ഞങ്ങൾ കൊന്ന് കുഴിച്ചിട്ടതാണെന്ന്. അല്ലാതെ ഇവിടെ വന്ന് ഈ ബാത്റൂമിൽ കക്കൂസിൻ്റെ കുഴിയൊക്കെ ഇളക്കി നോക്കിയതാണ്. ഇങ്ങനെയൊക്കെ ആരാണ്ട് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ കൊന്നതാണെന്ന്. ഞങ്ങൾ കൊന്നിട്ട് പിന്നെ എന്തിനാണ് കേസ് കൊടുക്കാൻ പോകുന്നത്? ഭരണകക്ഷിയിൽപ്പെട്ട ചിലരുടെ സമ്മർദ്ദമാണ് അന്വേഷണം വഴിമുട്ടാൻ കാരണമെന്ന് കോൺഗ്രസ്. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഊർജ്ജസ്വലമായി 5 വർഷം കഴിഞ്ഞാൽ പോലും ഊർജ്ജസ്വലമായി ഇതിന് അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി രാഹുലിൻ്റെ തിരോധാനം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കണം. കാണാതായ ദിവസം പുലർച്ചെ 3 മണിവരെ പ്രദേശത്തെ ടവർ പരിധിയിലുണ്ടായിരുന്ന രാഹുലിൻ്റെ ഫോൺ പിന്നീട് ഓണായിട്ടില്ല. ചില സംശയങ്ങളും ദുരൂഹതകളും വീട്ടുകാർ ഉയർത്തിയിട്ടും അന്വേഷണ സംഘം അതൊന്നും കാര്യമാക്കിയില്ല. ഈ വീട്ടിനുള്ളിൽ ഉറങ്ങാൻ കിടന്ന രാഹുലിനെയാണ് ഒരു സുപ്രഭാതത്തിൽ കാണാതായത്. 5 വർഷമാകുമ്പോഴും രാഹുൽ തിരോധാന കേസിൻ്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും രാഹുൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് രാഹുലിൻ്റെ കുടുംബം. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.